ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ സൽക്കാരത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്താൻ പോകുന്ന അതിഥി നമ്മുടെ ഈ ഒരു കോഴിക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥാപനമായിട്ടുള്ള ഗാലക്സി ഇൻറ്റീരിയർ എന്ന ഫർണിച്ചർ ഷോപ്പിൻ്റെ സ്ഥാപകനായിട്ടുള്ള നമ്മുടെ ഷഹീർ ടി പി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദവമായ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഈ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഇരിക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു. താങ്ക് യു. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ പ്രോപ്പർലി എവിടെയാ? കൊയിലാണ്ടി തന്നെയായിരുന്നു. കൊയിലാണ്ടിയില് മാപ്പിള ഹൈസ്കൂൾ എന്ന് പറഞ്ഞ കൊയിലാണ്ടിയിലുള്ള സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതുവരെയാണ് പഠനം? 10 വരെ നമ്മുടെ മാപ്പിള ഹൈസ്കൂളിൽ തന്നെ പഠിച്ചു. അതിനുശേഷം PDC പഠനത്തോടു കൂടി ഏകദേശം നമ്മളെ പഠനം അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ബ്രേക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ, എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ബ്രേക്ക് തരുന്നത് ഫാദറാണ്. എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്. നമ്മുടെ ഫാദർ ഒമാനിലാണ്, അവിടെ ഒരു കഫ്റ്റീരിയ ഫീൽഡാണ് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് ഒരു വിസയും ഒക്കെ തരാം, നീ ഒന്ന് ഒമാനിലേക്ക് വാ, നേരെ ബുഫേയിൽ വന്നിട്ട് അവിടെ എല്ലാം നോക്കി നടത്തുക, അവിടെ എന്താണ് എന്നുള്ളത് നീ ഒന്ന് ആലോചിക്ക് എന്ന് പറഞ്ഞ് അവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഏർലി മോർണിംഗ് ഒരു 4 മണിക്ക് നമ്മുടെ സ്ഥാപനം തുറക്കണം, രാത്രി ഏകദേശം 1 മണി വരെ നമ്മുടെ സ്ഥാപനം ക്ലോസിങ് ടൈമാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതമൊക്കെ ഏകദേശം ഒരു 10-25 വർഷം ഇവിടെ വെച്ചിട്ട് അവസാനിച്ചതാണ്. വ്യക്തമായിട്ട് നീ ആലോചിക്ക്, നീ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഫാദർ ഉദ്ദേശിക്കുന്നത് നീ ഗൾഫിൽ, അതായത് ഞാൻ ഈ ഗൾഫിൽ വന്ന് ജോലി ചെയ്യാനല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരു എയിം എനിക്ക് തന്നു, നീ നാട്ടിൽ തന്നെ സെറ്റിൽ ആവുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നുള്ള ആ ഒരു എയിമാണ് എനിക്ക് തന്നിട്ടുണ്ടായത്. അതോടുകൂടി ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ ഒരു 20 ദിവസം കൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നേരെ ഇവിടെ ഒരു അരിക്കച്ചവടമായിരുന്നു ആദ്യമായിട്ട്, വില്യങ്ങാടിയിൽ ഒരു അരിക്കച്ചവടം ദിനാർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങി. ഒരു 3-3.5 വർഷം കൊണ്ട് എനിക്ക് പറ്റിയ ഫീൽഡ് എല്ലാം തോന്നിയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി വെല്ലൻ അത് അവസാനിപ്പിച്ചു. അതിനുശേഷമാണ് യാദൃശികമായിട്ട് ഫാദറും ഫാദറിന്റെ ഒരു ഫ്രണ്ടും VC അബൂബക്കർ എന്ന് പറയും, പുള്ളി കൂടിയിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിൽ ഞാനും ഈ VC അബൂബക്കർ എന്ന് പറഞ്ഞ ആളും കൂടിയിട്ടാണ്, പുള്ളി ഇന്ന് മരണപ്പെട്ടു പോയി. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ശില്പ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമാണ് അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് റീഗൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് മാറി, ഞങ്ങൾ രണ്ടുപേരും കൂടി. പിന്നെ ഇത് രണ്ടുപേരും കൂടി ശില്പ എന്ന സ്ഥാപനം ഈ അബൂബക്കർക്കെയും റീഗൽ എന്ന് പറഞ്ഞ സ്ഥാപനം ഞാനും അങ്ങനെ നടന്നു. അതിനുശേഷം പിന്നെ നമ്മള് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗാലക്സി ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ വരുന്നത്. ഫാദറിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ സ്വന്തം ബിൽഡിങ്ങിൽ നമ്മൾ ഗാലക്സി ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഏകദേശം ഒരു 8 വർഷം മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇന്ന് നമുക്ക് കൊയിലാണ്ടിയിലും അതേപോലെ തന്നെ ആനക്കുളം, കൊയിലാണ്ടിയിൽ നിന്നും ഒരു 6 കിലോമീറ്റർ അടുത്തായിട്ട് ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഗാലക്സി ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട്. അത് കൂടാതെ നമ്മൾ എഗരൂർ, ബാലുശ്ശേരിൻ്റെതും താമരശ്ശേരിൻ്റെതും ഇടയിലായിട്ടുള്ള സ്ഥലം, അവിടെയും നമുക്കൊരു 25,000 സ്ക്വയർ ഫീറ്റോളുള്ള ഗാലക്സി ഫർണിച്ചർ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്. അതേപോലെ തന്നെ കൊയിലാണ്ടി മുജുകുന്ന് നമുക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, ഡി ക്രാഫ്റ്റ് ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിഡ്കോ കോംപ്ലക്സിൽ. ഇതൊക്കെയാണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഹോൾസെയിൽ ആണോ അതോ റീറ്റെയിൽ മാത്രമാണോ? രണ്ടും ഉണ്ട്. നമ്മളിപ്പം ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ റീറ്റെയിൽ ആണ് നമ്മുടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നിലവിൽ മൊത്തം എല്ലാ സ്ഥാപനങ്ങളും കൊണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര സ്റ്റാഫുകളാണല്ലോ? ഏകദേശം 60ഓളം സ്റ്റാഫുകൾ നമുക്കിപ്പം സ്ഥാപനത്തിലായിട്ടും അതുകൂടാതെ മേക്കിംഗ് മേഖലയിൽ നമ്മൾ സബായിട്ട് കൊടുക്കുന്ന വർക്കുകളും ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 100-150ഓളം സ്റ്റാഫുകൾ
നമ്മളുമായിട്ട് സഹകരിച്ചിട്ട് പോകുന്നുണ്ട്. നമ്മളൊരു കുടുംബം തന്നെയാണ് പറയില്ല, ഗാലക്സി എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ എന്നും കാണാറ്. വിജയം എന്ന് പറയുന്ന സാധനവും പിന്നെ നമുക്ക് വരുന്ന ക്ലയൻസിനെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ലി കൊണ്ടുനടക്കാനൊക്കെ പറ്റണമെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, അവിടെ നമ്മൾ എന്തൊക്കെ തരം സർവീസസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? ഇന്നത്തെ കാലത്ത് നമുക്ക് അവിടെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിരവധി കമ്പനികളുടെ പ്രൊഡക്ട്സ് ഇപ്പം നമ്മൾ ഡ്യൂറോഫ്ലെക്സ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ശോഭ മാട്രസിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, അതേപോലെ നമ്മളിപ്പോ നീൽക്കമല് ഡയറക്റ്റ് കമ്പനി ആയിട്ട് നമ്മൾ പിന്നെ പർച്ചേസ് ആണ്. അപ്പം വേണ്ടത് ഏറ്റവും എൻഡിൽ പോയിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അത് ഏറ്റവും പിന്നെ നല്ല പ്രൈസിന് എങ്ങനെ കസ്റ്റമർക്ക് കൊടുക്കാം, അതിന്റെ ആഫ്റ്റർ സർവീസ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം, അതിന് മാക്സിമം സപ്പോർട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ ആ ഒരു കോമ്പറ്റീഷന്റെ ഇടയിലും സാറിന്റെ സംരംഭങ്ങൾ എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അപ്ഡേഷൻ എന്തായാലും ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും നിർബന്ധമായിട്ടും വേണം. അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എൻഡിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് എന്നും ശ്രമിക്കലുണ്ട്. ഓരോ വ്യക്തികൾക്കും ഓരോ ആൾക്കാരുണ്ട്, അവർ സ്വാധീനിക്കാനായിട്ട്. സാറിന്റെ ലൈഫിൽ സാറിന്റെ മാതാപിതാക്കൾ എത്രമാത്രം സ്വാധീനം നൽകിയിട്ടുണ്ട്? ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യൂവും ഒരു വിഷനും സ്റ്റാർട്ടിങ്ങിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു എയിം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്താവണം എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പിന്നെ എവിടെയെങ്കിലും എത്താൻ പറ്റും, സക്സസിലോട്ട്. അല്ലെങ്കിൽ ഒരു 20 വയസ്സായിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി എന്ത് എന്നുള്ള ഒരു സാധനത്തിലേക്ക് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാദർ ആ ഗൾഫിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞത് നാട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ ആ ഒരു വിഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തൊരു സംഭവം. ഫാദറിന്റെ പേര് BH കുഞ്ഞഹമ്മദ് എന്നാണ്, എലത്തൂരാണ് ഇപ്പം താമസം. അതേപോലെ TP സൈനബാണ്, ഹൗസ് വൈഫാണ്. വൈഫിന്റെ ഒരു സപ്പോർട്ട് എത്രമാത്രമാണ് സാറിന്റെ ലൈഫിലും ബിസിനസ് രംഗത്തുമല്ല? നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാവരും ആണെങ്കിലും, മകനുണ്ട്, അതേപോലെ തന്നെ വൈഫൊക്കെ ആണെങ്കിലും. വൈഫിന്റെ പേര് VC ഹാജറ എന്നാണ്. എന്റെ ആദ്യത്തെ പാർട്ട്ണറായ VC അബൂബക്കറിന്റെ പെങ്ങളെ മകളാണ്. പിന്നെ മക്കൾ എത്ര പേരാ? മക്കള് 4 പേരുണ്ട്. മൂത്ത മകൻ ഷുനൂന്, അവനാണിപ്പം പിന്നെ നമ്മുടെ എഗരൂരുള്ള ഷോറൂം നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ മോനിപ്പം ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നുണ്ട്, BBA. ആളുടെ പേര് ഹുമൈൻ, മുഹമ്മദ് ഹുമൈൻ എന്നാണ്. പിന്നെ ബഹാ മെഹറിൻ എന്നാണ് മകളെ പേര്. ICSE സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ചെറിയൊരു മോനാണ്, ബാഡ്മിന്റൺ അത്യാവശ്യം നല്ല താല്പര്യമുള്ള ഒരു മോനാണ്. അവന് 4th പഠിക്കുന്നു, MES. അതേപോലെ സാറിന്റെ ഒരു വരുന്ന ഫ്യൂച്ചർ വിഷൻ, ഇനി മുന്നോട്ടേക്ക് എന്തൊക്കെയാ പ്ലാൻ? ഇന്റീരിയർ കൺസെപ്റ്റില് മൊത്തം ഒരു വീടിന്റെ A to Z വർക്ക് എടുത്തിട്ട് എങ്ങനെ കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് വിഷൻ. അതിനുള്ള മെഷീനറീസിന്റെ ഒക്കെ മൊത്തത്തിലുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇത്രയും ടൈം നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ ആഗ്രഹിച്ച പോലെ വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും പഠിച്ച തമ്പുരാൻ എല്ലാം ഹയറാക്കി മാറ്റിയിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ്.